മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ATM പറ്റിയാണ്. ഓട്ടോമേറ്റഡ് ടെല്ലർ മിഷൻ. അതിന്റെ ഫുൾ ഫോം ആണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മിഷൻ. ATM സ്റ്റാർട്ടഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് രംഗരാജൻ കമ്മിറ്റി. രംഗരാജൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ATM സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫാദർ ഓഫ് ATM മിഷൻ ഈസ് മിസ്റ്റർ ജോൺ ഷിഫേർഡ് ബാരൺ. ATM മിഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മിസ്റ്റർ ജോൺ ഷിഫേർഡ് ബാരൺ ആണ്. മിസ്റ്റർ ജോൺ ഷിഫേർഡ് ബാരൺ ഇൻവെന്റഡ് ATM മിഷൻ. ATM മിഷൻ ഇൻവെന്റ് ചെയ്തത് മിസ്റ്റർ ജോൺ ഷിഫേർഡ് ബാരൺ ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഫാദർ എന്ന് അറിയപ്പെടുന്നത്. പ്രൊവൈഡ് 24 hours ബാങ്കിങ് ഫെസിലിറ്റീസ് 24/7. എനി ടൈം മണി. ATM എനി ടൈം മണി എന്നുകൂടി പറയും. ATM ഈസ് കണക്റ്റഡ് ടു ദ ബാങ്ക് സെർവർ കമ്പ്യൂട്ടേഴ്സ്. ബാങ്ക് സെർവർ കമ്പ്യൂട്ടറുമായി ATM കണക്റ്റഡ് ആയിരിക്കും. ഇറ്റ് റെഡ്യൂസസ് വർക്ക് ലോഡ് ഓഫ് സ്റ്റാഫ് അറ്റ് ബ്രാഞ്ചസ്. ബ്രാഞ്ചിലുള്ള സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് ATM ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ വേൾഡ് ലണ്ടൻ 1967. വേൾഡിൽ ആദ്യമായിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലണ്ടനിലാണ് 1967. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ATM ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് HSBC ആണ്. HSBCയുടെ ഫുൾ ഫോം ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. മുംബൈ 1987. മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത് 1987. HSBC ആണ് ഇന്ത്യയിൽ ATM ഇൻട്രൊഡ്യൂസ് ചെയ്താക്കുന്നത്. ഫുൾ ഫോം ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലണ്ടനിലാണ് 1967. ഫസ്റ്റ് ബാങ്ക് പ്രൊവൈഡ് മൊബൈൽ ATM ICICI ബാങ്ക്. മൊബൈൽ ATM ഇൻട്രൊഡ്യൂസ് ചെയ്താക്കുന്നത് ICICI ബാങ്ക് ആണ്. ഇതിനെ ATM ഓൺ വീൽസ് എന്നും കൂടി അറിയപ്പെടും. അപ്പൊ മൊബൈൽ ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ICICI ബാങ്ക് ആണ്. ദ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് ATM ഇൻ കേരള. കേരളത്തിലെ ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ദ മിഡിൽ ഈസ്റ്റ്. നൗ HSBC. ഇപ്പൊ അറിയപ്പെടുന്നത് HSBC ആണ്. കേരളത്തിലെ ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ആണ്. ഇപ്പൊ അറിയപ്പെടുന്നത് HSBC. അറ്റ് തിരുവനന്തപുരം വെള്ളയമ്പലം ഇൻ ഡിസംബർ 1993. തിരുവനന്തപുരത്താണ് വെള്ളയമ്പലത്ത്. ഡിസംബർ 1993 കേരളത്തിൽ ATM ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് HSBC ആണ്. ബാങ്ക്സ് ഹാവിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് ATM ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാക്സിമം നമ്പർ ഓഫ് ATM ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അതായത് SBIക്കാണ് കൂടുതലും ATM ഉള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് ടോക്കിംഗ് ATMs ലോഞ്ച്ഡ് ബൈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അഹമ്മദാബാദ്. ആദ്യത്തെ ടോക്കിംഗ് ATM ലോഞ്ച് ചെയ്താക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അഹമ്മദാബാദില്. ATM ഈസ് കണക്റ്റഡ് ടു ദ ബാങ്ക് സെൻട്രൽ കമ്പ്യൂട്ടേഴ്സ്. ATM ബാങ്ക് സെൻട്രൽ കമ്പ്യൂട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് മിഷൻ. ATM എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്. വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ കസ്റ്റമർ ഹിംസെൽഫ്. കസ്റ്റമർ സ്വയം അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ടു മേക്ക് ഡെപ്പോസിറ്റ്, വിഡ്രോവൽസ്, മിനി സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് എൻക്വയറി, ഫണ്ട് ട്രാൻസ്ഫർ, അതർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ATMൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും, മിനി സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാം, ബാലൻസ് എൻക്വയറി ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ നടത്താം, അതർ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നടത്താം. അറ്റ് എനി ടൈം വിത്തൗട്ട് ദ നീഡ് ഫോർ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ബാങ്ക്. ബാങ്കിന്റെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഇതിന് ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ATM. അല്ല ആദ്യത്തെയാണ് വൈറ്റ് ലേബൽ ATM. വൈറ്റ് ലേബൽ ATM എന്താണെന്ന് നോക്കാം. These ATMs are owned and operated by non-banking financial companies. വൈറ്റ് ലേബൽ ATMs ഓപ്പറേറ്റ് ചെയ്യുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആയിരിക്കും. RBI grant permission to any non-banking company with a minimum net worth of ₹100 crore. ഒരു വൈറ്റ് ലേബൽ ATM തുടങ്ങണമെങ്കിൽ മിനിമം നെറ്റ് വർത്ത് 100 കോടിയെങ്കിലും ഉണ്ടായിരിക്കണം. ടു അപ്ലൈ ഫോർ വൈറ്റ് ലേബൽ ATMs. This white label ATMs will not display logo of any other particular bank. ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ ഡിസ്പ്ലേ ലോഗോ ഒന്നും വൈറ്റ് ലേബൽ ATMസിന് ഉണ്ടാവില്ല. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലോഗോ ഇല്ലാത്തത് ഏത് ATMനാണ്? വൈറ്റ് ലേബൽ ATMനാണ് ബാങ്കിന്റെ ലോഗോ ഇല്ലാത്തത്. ഇൻഡിക്യാഷ്. ഇൻഡിക്യാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൈറ്റ് ലേബൽ ATM ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈറ്റ് ലേബൽ ATM ആണ് ഇൻഡിക്യാഷ്. ലോഞ്ച്ഡ് ബൈ ടാറ്റയാണ് ഇത് ലോഞ്ച് ചെയ്താക്കുന്നത്.
ബ്രാൻഡ് നെയിം ആസ് ഇൻഡി ക്യാഷ്. ഇതിന്റെ ബ്രാൻഡ് നെയിം തന്നെ ഇൻഡി ക്യാഷ് എന്നാണ്. ഫസ്റ്റ് വൈറ്റ് ലേബൽ ATM ഇൻ ഇന്ത്യ. ഇതറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈറ്റ് ലേബൽ ATM ആണ്. ഏതാണ്? ഇൻഡി ക്യാഷ്. ലാർജസ്റ്റ് വൈറ്റ് ലേബൽ ATM ഓപ്പറേറ്റർ ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് ATM ഓപ്പറേറ്റർ ചോദിച്ചാലും ഈ വൈറ്റ് ലേബൽ ATM ആണ്. ഓപ്പറേറ്റഡ് ആൻഡ് മാനേജ്ഡ് ബൈ ടാറ്റ കമ്മ്യൂണിക്കേഷൻ പേയ്മെന്റ് സൊല്യൂഷൻ ലിമിറ്റഡ്, അതായത് TCPSL. ടാറ്റ കമ്മ്യൂണിക്കേഷൻ പേയ്മെന്റ് സൊല്യൂഷൻ ലിമിറ്റഡ് ആണ് ഇത് ഓപ്പറേറ്റും മാനേജും ചെയ്യുന്നത് വൈറ്റ് ലേബൽ ATM. നെക്സ്റ്റ് നോക്കുന്നതാണ് ഗ്രീൻ ലേബൽ ATM. ഗ്രീൻ ലേബൽ ATM പ്രൊവൈഡഡ് ഫോർ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷൻ. അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ലേബൽ ATM പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഓറഞ്ച് ലേബൽ ATM. ഓറഞ്ച് ലേബൽ ATM ഷെയർ ട്രാൻസാക്ഷൻസിന് വേണ്ടിയാണ്. ഷെയർ ട്രാൻസാക്ഷന് വേണ്ടിയാണ് ഓറഞ്ച് ലേബൽ ATM. നെക്സ്റ്റ് യെല്ലോ ലേബൽ ATM. These ATMs are mainly installed to provide for e-commerce facility. E-commerce facility പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്ത ATM ആണ് യെല്ലോ ലേബൽ ATM. നെക്സ്റ്റ് പിങ്ക് ലേബൽ ATM. ATM ഫോർ വുമൺ ബാങ്കിങ്. വുമൺ ബാങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് പിങ്ക് ലേബൽ ATM കൊണ്ടുവന്നാക്കുന്നത്. പിങ്ക് ലേബൽ ATM വുമൺ ബാങ്കിങ്ങിന് വേണ്ടി. നെക്സ്റ്റ് ബയോമെട്രിക് ATM which has security features like fingerprint, scanner, eye scanner of the customer. കസ്റ്റമറുടെ ഫിംഗർ പ്രിന്റും സ്കാനറും ഐ സ്കാനറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ബയോമെട്രിക് ATM. ടു ആക്സസ് ബാങ്ക് ഡീറ്റെയിൽസ്. ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ കസ്റ്റമറുടെ ഫിംഗർ പ്രിന്റോ ഐ സ്കാനറോ അതൊക്കെ ആവശ്യമായി വരും. അതാണ് ബയോമെട്രിക് ATM. നെക്സ്റ്റ് ആണ് ഓൺ സൈറ്റ് ATM. These ATMs are inside the bank compound and hence are known as on site ATMs. ബാങ്ക് കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ATM ആയിരിക്കും ഓൺ സൈറ്റ് ATM. These are ATM machines that are set up in the premises where there is a bank branch so that both the physical branch and the ATM can be used. നമുക്കപ്പോ ഫിസിക്കൽ ബ്രാഞ്ച് യൂസ് ചെയ്യാൻ പറ്റും, അവിടെയുള്ള ATM യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ സൈറ്റ് ATM ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഓഫ് സൈറ്റ് ATM. Off site ATM. These ATMs are located in various places such as malls, petrol pumps, railway station, except inside the bank. ഇത് ബാങ്കിന്റെ പരിധിക്കുള്ളിൽ ഉണ്ടായിരിക്കില്ല, വേറെ മറ്റു പല സ്ഥലങ്ങളിലായിരിക്കും ഓഫ് സൈറ്റ് ATM ഉണ്ടാവുക. അതായത് മാളില്, പെട്രോൾ പമ്പില്, റെയിൽവേ സ്റ്റേഷനിൽ അവിടെയൊക്കെ ആയിരിക്കും ഓഫ് സൈറ്റ് ATM ഉണ്ടാവുക. These are the machines that are set up on a standalone basis. Standalone basis കണ്ടാല് ഓർക്കണം ഓഫ് സൈറ്റ് ATM ആയിരിക്കും. These are the machines that are set up on a standalone basis. Next ആണ് brown label ATM. ATM hardware is owned by the service provider. Service provider ഓൺ ചെയ്യുന്ന ATM hardware ആണ് brown label ATM. But cash management and network connectivity are provided by the sponsor bank. പക്ഷേ ഇതിന്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും ക്യാഷ് മാനേജ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പോൺസർ ബാങ്ക് ആയിരിക്കും. But the ATM machine contain logo of sponsor bank. ഇതിന് പക്ഷെ ബാങ്കിന്റെ ലോഗോ ഉണ്ടായിരിക്കും. സ്പോൺസർ ബാങ്കിന്റെ ലോഗോ ബ്രൗൺ ലേബൽ ATM ഉണ്ടായിരിക്കും. ലോഗോ ഇല്ലാത്തത് വൈറ്റ് ലേബൽ ATM-നാണ്. ബ്രൗൺ ലേബൽ ATM is a cost effective solution for banks. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ് ബ്രൗൺ ലേബൽ ATM. നെക്സ്റ്റ് ആണ് വർക്ക് സൈറ്റ് ATM. It is located within the premises of an organization. ഒരു ഓർഗനൈസേഷന്റെ പരിധിക്കുള്ളിൽ വന്നതാണ് വർക്ക് സൈറ്റ് ATM. It is generally meant only for the employees of the organization. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ് വർക്ക് സൈറ്റ് ATM. ഇത്രയുമാണ് ടൈപ്സ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? വൈറ്റ് ലേബൽ ATM, ഗ്രീൻ ലേബൽ ATM, ഓറഞ്ച് ലേബൽ ATM. ഓറഞ്ച് ലേബൽ ഷെയർ ട്രാൻസാക്ഷന് വേണ്ടിയും ഗ്രീൻ ലേബൽ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷന് വേണ്ടിയും, യെല്ലോ ലേബൽ e-commerceന് വേണ്ടിയിട്ട്. പിന്നെ പിങ്ക് ലേബലാണ് നോക്കിയത്, അത് ഹ്യൂമൻ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നോക്കിയത് ബയോമെട്രിക് ATM, അതായത് ഫിംഗർ പ്രിന്റ്, സ്കാനർ, ഐ സ്കാനർ ഒക്കെ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഓൺ സൈറ്റ് ATM, അത് ബാങ്ക് കോമ്പൗണ്ടിന്റെ ഇൻസൈഡ് തന്നെ ആയിരിക്കും ഓൺ സൈറ്റ് ATM വരാം. നെക്സ്റ്റ് നോക്കിയത് ഓഫ് സൈറ്റ് ATM, അതായത് ഇൻസൈഡ് ബാങ്കിന്റെ ഇൻസൈഡ് വരില്ല, വേറെ സ്ഥലങ്ങളിലായിരിക്കും വരാം. അതായത് മാള്, പെട്രോൾ പമ്പ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വരുന്നതാണ് ഓഫ് സൈറ്റ് ATM. ഇത് സ്റ്റാൻഡ് അലോൺ ബേസിസിലായിരിക്കും പ്രവർത്തിക്കുക. നെക്സ്റ്റ് ആണ് ബ്രൗൺ ലേബൽ ATM, അത് സർവീസ് പ്രൊവൈഡർ ആണ് ഓൺ ചെയ്യണത്. അതിൽ സ്പോൺസർ ബാങ്കിന്റെ ലോഗോ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിയത് വർക്ക് സൈറ്റ് ATM, അതൊരു ഓർഗനൈസേഷന്റെ പരിധിക്കുള്ളിൽ വന്നതാണ് വർക്ക് സൈറ്റ് ATM. എംപ്ലോയീസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത്.